നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ആദ്യം പ്രാർത്ഥന. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. തൃതീയഃ പാഠഃ സാമോദം സമ്മിലാമഃ. നമുക്ക് ഒത്തുകൂടാം. ഓണത്തെക്കുറിച്ചുള്ളൊരു പാഠഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഓണത്തിന് നമ്മൾ കളിക്കുന്ന കളികളെക്കുറിച്ച് പറയുന്നുണ്ട്. നൗകാകേളിഹി, വള്ളംകളി, ആർദ്രാകേളിഹി, തിരുവാതിരകളി, ദോലാന്തോലനം, ഊഞ്ഞാലാട്ടം. പേജ് നമ്പർ 27. അതിൽ കിം കരണീയം, എന്ത് ചെയ്യണം. അതായത് ഇത് പഠന പ്രവർത്തനങ്ങളെയാണ് കിം കരണീയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉദാഹരണാനുസാരം പദച്ഛേദം ലിഖതു. ഉദാഹരണത്തിനനുസരിച്ച് പദം വിച്ഛേദിച്ച് എഴുതുക. ഇത്യാരംഭഃ, ഇത്യാരംഭഃ, ഇതി അധികം ആരംഭഃ, ഇതി അധികം ആരംഭഃ. ത് പ്ലസ് ഇ പ്ലസ് ആ ത്യാ, ഇതി എന്നുള്ള തി. ത് പ്ലസ് ഇ ആണ് തി. അടുത്തതോ ആരംഭഃ. ആ എന്നതാണ് തുടക്കം. അപ്പോൾ ത് പ്ലസ് ഇ പ്ലസ് ആ, ത്യാ. ഇത്യാരംഭഃ. ഇത്യാദയഃ, ഇത്യാദയഃ എന്നുള്ളത് ഇതി അധികം ആദയഃ. ഇത്യസ്തി, ഇതി അധികം അസ്തി, ഇത്യസ്തി. അവിടെ ഹ്രസ്വകാരമാണ് ഉള്ളത്. ഇത്യത്ര, ഇതി അധികം അത്ര. ഇത്യപി, ഇതി അധികം അപി. ഇത്യാദിഭിഃ, ഇതി അധികം ആദിഭിഃ. ഇത്യാദീനി, ഇതി അധികം ആദീനി. ഇത്യാരഭ്യ, ഇതി അധികം ആരഭ്യ. അടുത്ത പ്രവർത്തനം പാഠഭാഗാത് തൃതീയാ വിഭക്തി രൂപാണി ചിത്വാ ലിഖതു. പാഠഭാഗത്ത് നിന്ന് തൃതീയാ വിഭക്തി രൂപങ്ങൾ കണ്ടെത്തി എഴുതുക. തൃതീയാ വിഭക്തി, തൃതീയാ വിഭക്തിക്ക് അർത്ഥം അതിനാൽ, അതുകൊണ്ട്, അതിൻ്റെ കൂടെ. വിഭക്തികൾ വരുന്നത് നാമപദങ്ങൾക്കാണ്. അത് പേരിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്ക്. നാമപദങ്ങൾ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസക ലിംഗത്തിലും ഉണ്ട്. അപ്പോൾ പുല്ലിംഗ ശബ്ദത്തിലെ കുറച്ച് വാക്കുകൾ നോക്കാം. സുധാഖണ്ഡഃ, ദണ്ഡഃ, ചഷകഃ. രാമഃ എന്നുള്ള പുല്ലിംഗ ശബ്ദം തൃതീയ വിഭക്തിയിലേക്ക് മാറുമ്പോൾ രാമേണ എന്ന് വരുന്നു. അപ്പോൾ സുധാഖണ്ഡഃ, സുധാഖണ്ഡേന. ദണ്ഡഃ, ദണ്ഡഃ, ദണ്ഡേന. ചഷകഃ, ചഷകേന. സ്ത്രീലിംഗ ശബ്ദം സീത, സീത എന്നതിൻ്റെ തൃതീയ വിഭക്തി രൂപം വരുന്നത് സീതയാ. അവിടെ യാ എന്നാണ് വരുന്നത്. മാപിക, മാപികയാ. തൂലിക, തൂലികയാ. സ്ഥാലിക, സ്ഥാലികയാ. ഇനി നപുംസകലിംഗത്തിൽ ഫലം ഫലേന, ജലം ജലേന, വസ്ത്രം വസ്ത്രേണ, ഉപവനം ഉപവനേന, ഉപനേത്രം ഉപനേത്രേണ, കങ്കണം കങ്കണേന.
അപ്പോൾ ഇതേപോലുള്ള ശബ്ദം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതണം. ഉദാഹരണങ്ങൾ ഇനിയും പറയാം. അകാരാന്ത പുല്ലിംഗ രാമശബ്ദ രാമേണ രാമാഭ്യം രാമേഹി. ആകാരാന്ത സ്ത്രീലിംഗ സീതാ ശബ്ദം തൃതീയ വിഭക്തി രൂപങ്ങൾ, ഏകവചന ദ്വിവചന ബഹുവചന രൂപങ്ങൾ. സീതയാ സീതാഭ്യാം സീതാഭിഹി. അകാരാന്ത നപുംസക ഫലശബ്ദം ഫലേന ഫലാഭ്യാം ഫലേഹി. തൃതീയ വിഭക്തി രൂപങ്ങളിലെ ഏകവചന ദ്വിവചന ബഹുവചന രൂപങ്ങളിൽ ഏതെങ്കിലും ആകാം പാഠഭാഗത്ത് ഉള്ളത്. അത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. അധോ ദത്താനി പദാനി പഠിത്വാ വചനാനുസാരം പട്ടികാരൂപേണ ലിഖതു. താഴെ തന്നിരിക്കുന്ന പദങ്ങൾ വായിച്ചിട്ട് വചനാനുസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വചനങ്ങളാണുള്ളത്. ഏകവചനം ദ്വിവചനം ബഹുവചനം. ഏകവചനം ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്നു, ദ്വിവചനം 2 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ബഹുവചനം എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഉള്ളത് എല്ലാം ബഹുവചനമാണ്. പഠതി, പഠ് ധാതു ആണ്. വർത്തമാനകാലം പ്രസന്റ് ടെൻസ്. പഠ് എന്ന ധാതുവിൻ്റെ ഏകവചന രൂപമാണ് പഠതി. ദ്വിവചന രൂപമാണ് പഠതഃ. ബഹുവചന രൂപമാണ് പഠന്തി. അത് പ്രഥമ പുരുഷ വചനങ്ങളാണ്. മധ്യമ പുരുഷൻ പഠസി പഠതഃ പഠഥ. ഉത്തമ പുരുഷൻ പഠാമി പഠാവഹ പഠാമഹ. ലിഖ് ധാതു എടുക്കുകയാണെങ്കിൽ ലിഖതി ലിഖതഃ ലിഖന്തി. ലിഖസി ലിഖതഃ ലിഖഥ. ലിഖാമി ലിഖാവഹ ലിഖാമഹ. എല്ലാത്തിലും കോമൺ ആയിട്ട് എന്താ വന്നത്? അവസാനത്തെ അക്ഷരം ഒന്ന് തന്നെയാണ് എല്ലാത്തിനും. പഠധാതു ലിഖധാതു. പഠതി ലിഖതി. പഠതഃ ലിഖതഃ. പഠന്തി ലിഖന്തി. അവസാന അക്ഷരങ്ങൾ എല്ലാം ഒന്നല്ലേ? അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറയാം. ഏകവചനത്തിൽ തി, ദ്വിവചനം തഹ, ബഹുവചനം അന്തി. പഠതി പഠതഃ പഠന്തി. തി തഹ അന്തി. പഠസി പഠതഃ പഠഥ. സി തഹ ഥ. പഠാമി പഠാവഹ പഠാമഹ. മി വഹ മഹ. പിബതി കുടിക്കുന്നു. പിബ് ധാതു. പിബ് ധാതു. പിബതി പിബതഃ പിബന്തി. പിബസി പിബതഃ പിബഥ. പിബാമി പിബാവഹ പിബാമഹ. ക്രീഡതി കളിക്കുന്നു. അപ്പോൾ ക്രീഡ് ധാതുവാണ്. അതിൻ്റെ വർത്തമാനകാല ഏകവചന രൂപമാണ് ക്രീഡതി. നോക്കൂ, ക്രീഡതി ക്രീഡതഃ ക്രീഡന്തി. ക്രീഡസി ക്രീഡതഃ ക്രീഡഥ. ക്രീഡാമി ക്രീഡാവഹ ക്രീഡാമഹ. അവസാന അക്ഷരം എല്ലാത്തിലും നോക്കുക. ഒരു പ്രഥമ പുരുഷ അതുമാത്രം നോക്കുക. ഏകവചനം തി, ദ്വിവചനം തഹ, ബഹുവചനം അന്തി. നൃത്യതി നൃത്യതഃ നൃത്യന്തി. ഖാദതി ഖാദതഃ ഖാദന്തി. ചലതി ചലതഃ ചലന്തി. അപ്പോൾ അതേപോലെ നോക്കി മനസ്സിലാക്കി ടെസ്റ്റിൽ തന്നിരിക്കുന്ന ആ പ്രവർത്തനം എല്ലാവരും ചെയ്യുക. ടെസ്റ്റിലെ പദങ്ങൾ നോക്കൂ. സന്ധി ഭവതി ആഘോഷയന്തി ലിഖതി ഗായതഃ രചയന്തി ധരന്തി ഗായതി ആചരതി പഠതി. സന്ധി ഭവതി ആഘോഷയന്തി ലിഖതി ഗായതഃ രചയന്തി ധരന്തി ഗായതി ആചരതി പഠതി. അതായത് ഏകവചന ദ്വിവചന ബഹുവചനം എന്ന 3 കോളമായിട്ട് വരച്ചിട്ട് നോട്ട്ബുക്കിൽ അത് എല്ലാവരും അതിൽ വരുന്ന പദങ്ങൾ എടുത്തെഴുതുക. അടുത്ത പ്രവർത്തനം നോക്കുക. നാമപദാനി ക്രിയാപദാനി ച വിവിച്യ ലിഖതു. നാമപദങ്ങളും ക്രിയാപദങ്ങളും
നാമപദങ്ങൾ പേരിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ക്രിയാപദങ്ങൾ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങളുമാണ്. തന്നിരിക്കുന്ന വാക്കുകൾ നോക്കൂ. ജനാഹ ഗായന്തി ഉത്സവാഹ ഭവതി ദീപാവലിഃ രചയന്തി ധരന്തി പ്രകൃതിഃ വസ്ത്രാണി. ക്രിയാപദാനി നാമപദാനി എന്ന് 2 ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേൽ ക്രിയാപദാനിയാണ് എടുത്തെഴുതേണ്ടത്, രണ്ടാമത്തേൽ നാമപദാനിയാണ് എടുത്തെഴുതേണ്ടത്. ജനാഹ ജനങ്ങൾ, ഗായന്തി പാടുന്നു, ഉത്സവാഹ ഉത്സവം, ഭവതി ആകുന്നു, ദീപാവലിഃ രചയന്തി രചിക്കുന്നു വരയ്ക്കുന്നു, ധരന്തി ധരിക്കുന്നു, പ്രകൃതിഃ വസ്ത്രാണി